ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ സിംപ്ലി സ്റ്റഡി GK എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ ഒരു കഥ പോലെ കേട്ടിരിക്കാൻ പറ്റുന്നൊരു ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഡൽഹി സുൽത്താനേറ്റ്. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഈ പോർഷനിൽ നിന്ന് വരാറുണ്ട്. സോ ഒട്ടും ടെൻഷനില്ലാതെ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് പോലെ ഒരു സിമ്പിളായിട്ട് നമുക്കിത് പഠിച്ചെടുക്കാം. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് ഡൽഹി സുൽത്താനേറ്റ് ആണ്. അതിലെ ഡൽഹി സുൽത്താനേറ്റിലെ തന്നെ ഫസ്റ്റ് ഡൈനാസ്റ്റി, ദാറ്റ് ഈസ് സ്ലേവ് ഡൈനാസ്റ്റിയാണ് നമ്മളിന്ന് മെയിനായിട്ട് കവർ ചെയ്യുന്നത്. ബാക്കിയുള്ള ഡൽഹി സുൽത്താനേറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ബാക്കി ഡൈനാസ്റ്റീസ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഓർഡറായിട്ട് തന്നെ ഈ ചാനലിൽ തന്നെ ക്ലാസ്സസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതും കൂടി നിങ്ങൾ കാണാൻ മറക്കരുത്. സോ എല്ലാവരെയും ഒരിക്കൽ കൂടി സിംപ്ലി സ്റ്റഡി GK എന്ന ചാനലിലേക്ക് വെൽക്കം ചെയ്യുന്നു. സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. 1206 മുതൽ 1526 AD വരെയുള്ള കാലഘട്ടത്തിലാണ് ഡൽഹി സുൽത്താനേറ്റ് ഇന്ത്യ ഭരിക്കുന്നത്. ഈ കാലയളവിൽ തന്നെ 5 പ്രധാന രാജവംശങ്ങളാണ് ഡൽഹി ഭരിച്ചത്. അതേതൊക്കെയാണ്? ഫസ്റ്റ് വൺ സ്ലേവ് ഡൈനാസ്റ്റി, ദെൻ ഖിൽജി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി, സായദ് ഡൈനാസ്റ്റി ആൻഡ് ലോധി ഡൈനാസ്റ്റി. അതാണ് 5 dynasties of Delhi Sultanate. Slave dynasty, which is also known as Mamluk dynasty, ruling period 1206 to 1290 AD വരെയാണ്. Then second one, Khilji dynasty, ruling period 1290 to 1320. Third, Tughlaq dynasty, period 1320 to 1413. Then Sayyid dynasty, ruling period 1413 to 1451. The last Lodi dynasty, ruling period 1451 മുതൽ 1526 വരെയാണ്. ഇതിൽ ആദ്യത്തെ വംശമായ സ്ലേവ് ഡൈനാസ്റ്റി അഥവാ അടിമ വംശത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവരുടെ കാലഘട്ടം 1206 മുതൽ 1290 വരെ ആയിരുന്നു. ഖുറാൻ അനുസരിച്ച് അടിമ എന്നർത്ഥം വരുന്ന മാമുൽക്ക് എന്ന വാക്കിൽ നിന്നാണ് ഇതിനെ മാമുൽക്ക് ഡൈനാസ്റ്റി എന്നും വിളിച്ചത്. ഇവർ തുർക്കികളായതുകൊണ്ട് ഇൽബാരി തുർക്ക് വംശമെന്നും വിളിക്കാറുണ്ട്. ഈ സ്ലേവ് ഡൈനാസ്റ്റിയുടെ അണ്ടറിൽ തന്നെ 3 ചെറിയ ഡൈനാസ്റ്റീസും വരുന്നുണ്ട്. അതേതൊക്കെയാണ്? അതാണ് കുത്തുബി ഡൈനാസ്റ്റി, ഫസ്റ്റ് ഇൽബാരി ഡൈനാസ്റ്റി ആൻഡ് സെക്കൻഡ് ഇൽബാരി ഡൈനാസ്റ്റി. അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. സ്ലേവ് ഡൈനാസ്റ്റി, റൂളിംഗ് പീരീഡ് 1206 to 1290 AD വരെ. സ്ലേവ് ഡൈനാസ്റ്റിയുടെ അതർ നെയിംസ് ആണ് മാമുൽക്ക് ഡൈനാസ്റ്റി. മാമുൽക്ക് എന്താണ്? ഇറ്റ് ഈസ് എ ഖുറാനിക് ടേം ഫോർ സ്ലേവ്. ദെൻ ഓൾസോ നോൺ ആസ് ഇൽബാരി തുർക്ക് ഡൈനാസ്റ്റി. ആൻഡ് സ്ലേവ് ഡൈനാസ്റ്റിയിൽ വരുന്ന റൂളേഴ്സ് എന്തായിരുന്നു? തുർക്ക് റേസിൽ നിന്നായിരുന്നു വന്നിരുന്നത്. ആൻഡ് ഈ സ്ലേവ് ഡൈനാസ്റ്റിയുടെ അണ്ടറിൽ വരുന്ന 3 സ്മോൾ ഡൈനാസ്റ്റീസ് ആണ് കുത്തുബി ഡൈനാസ്റ്റി, ഫൗണ്ടർ കുത്തബുദ്ദീൻ ഐബക്ക്, പീരീഡ് 1206 to 1211. Then second, first Ilbari dynasty, founder Iltutmish, period 1211 to 1266. Then third one, second Ilbari dynasty, founder Balban, period 1266 to 1290. ഇതിലെ ആദ്യത്തെ രാജാവാണ് കുത്തബുദ്ദീൻ ഐബക്ക്. ഇദ്ദേഹത്തിൻ്റെ റൂളിംഗ് പീരീഡാണ് 1206 മുതൽ 1210 വരെ. ഇദ്ദേഹമാണ് ഡൽഹി സുൽത്താനേറ്റിൻ്റെയും അടിമ വംശം അതായത് സ്ലേവ് ഡൈനാസ്റ്റിയുടെയും സ്ഥാപകൻ. മുഹമ്മദ് ഗോരിയുടെ മരണത്തിനു ശേഷം കുത്തബുദ്ദീൻ ഐബക്ക് ഇൻഡിപെൻഡൻ്റ് ആവുകയാണ്. കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ ക്യാപിറ്റൽ ഡൽഹി ആയിരുന്നില്ല, മറിച്ച് ലാഹോർ ആയിരുന്നു. ശത്രുക്കളായ യാൽദൂസിനെയും കുബാച്ചയും നേരിടാൻ വേണ്ടിയായിരുന്നു ഇത്. അതേപോലെ ഒരുപാട് ലക്ഷങ്ങൾ സമ്മാനമായി കൊടുക്കുമായിരുന്നത് കൊണ്ട് ലാഗ് ബക്ഷ് എന്നും ആനകളെ സമ്മാനമായി കൊടുത്തിരുന്നതിനാൽ പീൽ ബക്ഷ് എന്നും കുത്തബുദ്ദീൻ ഐബക്ക് അറിയപ്പെട്ടു. കൂടാതെ മാലിക്, സിപ്പസലാർ എന്നീ പദവികളും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ കുത്തബുദ്ദീൻ ഐബക്ക് ഒരിക്കലും സുൽത്താൻ എന്ന പദവി സ്വീകരിച്ചിട്ടില്ല. സ്വന്തമായി നാണയങ്ങളും ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് നമ്മളോട് പറയുന്നത് കുത്തബുദ്ദീൻ ഐബക്ക്, റൂളിംഗ് പീരീഡ് 1206 to 1210. He is the founder of Delhi Sultanate and he is also the first one to introduce Turkish culture in Delhi. After Muhammad Ghori's death, he declared independence and broke all relations with Ghori's kingdom.
He is the founder of both Slave Dynasty and Delhi Sultanate. Capital Lahore ആയിരുന്നു. Reason to tackle Yaldus and Kubasa. Then adopt ചെയ്ത ടൈറ്റിൽസ് ആണ് ലാഗ് ബക്ഷ്, പീൽ ബക്ഷ്, മാലിക്, സിപ്പസലാർ. Also, he never assumed the title of Sultan. He also didn't issue any coins. ഇനി കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ നിർമ്മിതികൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ മോസ്കായ ഡൽഹിയിലെ കുവാവുത്ത് അൽ ഇസ്ലാം മോസ്ക് കുത്തബുദ്ദീൻ ഐബക്കാണ് പണിതത്. കൂടാതെ അജ്മീറിലെ അദായി ദിൻക ചോപ്ര എന്ന മോസ്കും പണിതു. ഇത് അജ്മീറിലെ ഒരു സംസ്കൃത സ്കൂൾ അത് ഡിസ്ട്രോയ് ചെയ്തിട്ടാണ് പണിതത്. ചൗഹാൻ വംശത്തിലെ വിഗ്രഹരാജ് നാലാമൻ എഴുതിയ ഹർക്കേലി ഇൻസ്ക്രിപ്ഷന് ഈ അജ്മീറിലെ സംസ്കൃത സ്കൂളിലാണ് കാണപ്പെടുന്നത്. അതേപോലെ ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റാണ്, നോട്ട് ചെയ്യേണ്ടതാണ്, ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ മോസ്ക് കേരളത്തിലെ ചേരാമൻ ജുമാ മസ്ജിദ് ആണ്. പക്ഷേ അവിടെ ഈ ആരാധനകളൊന്നും കൃത്യമായി നടക്കാത്തതിനാൽ ആദ്യ മോസ്കായി നമ്മൾ കണക്കാക്കുന്നത് ഈ കുവാവത്ത് അൽ ഇസ്ലാമിനെയാണ്. പക്ഷേ എക്സാമിന് ഈ കുവാവത്ത് അൽ ഇസ്ലാം ഇല്ല എന്നുണ്ടെങ്കിൽ ചേരാമൻ മസ്ജിദ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അതാണ് നമ്മൾ പറഞ്ഞ ആർക്കിടെക്ചർ, കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ പീരീഡിലുണ്ടായിരുന്ന ആർക്കിടെക്ചർ. മോസ്ക് ബിൽഡ് ബൈ ഐബക്, ഒന്ന് കുവാവത്ത് അൽ ഇസ്ലാം, അത് ഡൽഹിയിലാണ്. ദെൻ അദായി ദിൻക ചോപ്ര, അത് അജ്മീറിലാണ്. അത് ബിൽഡ് ചെയ്യുന്നത് എവിടെയാണ്? ബൈ ഡിസ്ട്രോയിങ് ദ സാൻസ്ക്രിറ്റ് സ്കൂൾ ഓഫ് അജ്മീർ. ദെൻ ഹർക്കേലി ഇൻസ്ക്രിപ്ഷൻ, അത് എവിടെയാണ്? ഈ അജ്മീറിലെ സാൻസ്ക്രിറ്റ് സ്കൂളിലാണ്. ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു വിഗ്രഹരാജ് 4 ഓഫ് ചൗഹാൻ ഡൈനാസ്റ്റി. ദെൻ നോട്ട് ചെയ്യേണ്ട പോയിന്റ് നമ്മൾ പറഞ്ഞു, ഏർലിയസ്റ്റ് മോസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ചിറാമൻ ജുമാ മോസ്ക് ആണ് കേരളത്തിലെ. പക്ഷേ അവിടെ വർഷിപ്പൊന്നും പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ കുവാവത്ത് അൽ ഇസ്ലാമിനെ ഇന്ത്യയിലെ ഫസ്റ്റ് മോസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നേ ഉള്ളൂ. ഈ സമയത്താണ് പ്രശസ്ത സൂഫി സെയിൻസ് ആയിട്ടുള്ള കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കിയും മൊയ്നുദ്ദീൻ ചിഷ്തിയും ഇന്ത്യയിൽ വരുന്നത്. ഇതിൽ ബക്തിയാർ കാക്കിയുടെ ഓർമ്മയ്ക്കായിട്ട് കുത്തുബുദ്ദീൻ ഐബക്ക് ഡൽഹിയിൽ കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയാണ്. എന്നാൽ ഇത് പൂർത്തിയാക്കുന്നത് പിന്നീട് വന്ന ഇൽതുത്മിഷാണ്. ഒടുവിൽ 1210 ചൗഗാൻ അഥവാ ഹോഴ്സ് പോളോ കളിച്ചുകൊണ്ടിരിക്കെ കുതിരപ്പുറത്ത് നിന്നും വീണിട്ടാണ് കുത്തബുദ്ദീൻ ഐബക്ക് മരണപ്പെടുന്നത്. ലാഹോറിലാണ് ഇദ്ദേഹത്തിൻ്റെ ടോം, അതായത് കല്ലറ. അതേപോലെ ഐബക്കിന് ശേഷം മകൻ ആരംബക്ഷ അധികാരത്തിൽ വരുന്നുണ്ട്. പക്ഷെ വെറും 8 മാസമേ ഭരിക്കുന്നുള്ളൂ. അതിനുശേഷം 1211 ഇൽതുത്മിഷ് ഈ ആരംബക്ഷനെ ഡിഫീറ്റ് ചെയ്തിട്ട് അധികാരം പിടിച്ചെടുക്കുകയാണ്. അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ ടൈമിൽ വന്ന സൂഫി സെയിൻസ് ആരൊക്കെയാണ്? കുത്തബുദ്ദീൻ ബക്തിയാർ കാക്കി, ഇദ്ദേഹം സ്റ്റേ ചെയ്തത് ഡൽഹിയിലാണ്. ദെൻ സെക്കൻഡ് സൂഫി സെയിൻ്റ് ആണ് മൊയ്നുദ്ദീൻ ചിഷ്തി, സ്റ്റേ ചെയ്തത് അജ്മീറിൽ. ഇനി കുത്തബ് മിനാറിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. കുത്തബ് മിനാർ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കുത്തബുദ്ദീൻ ഐബക്കാണ്. ആൻഡ് ഇത് ബിൽഡ് ചെയ്യുന്നത് ഇൻ ദ നെയിം ഓഫ് സൂഫി സെയിൻറ്റ് കുത്തബുദ്ദീൻ ബക്തിയാർ കാക്കി. ലേറ്റർ ദിസ് വാസ് കംപ്ലീറ്റഡ് ബൈ ഇൽതുത്മിഷ്. ദെൻ ബുക്സ് ഏതൊക്കെയാണ്? താരിഖി മുബാറക് ഷാഹി, തജൂൽ മസീർ, ഇതൊക്കെയാണ് ബുക്സ്. ദെൻ ബക്തിയാർ ഖിൽജി എന്ന് പറയുന്നത് ഐബക്കിൻ്റെ ലെഫ്റ്റനൻ്റ് ആയിരുന്നു. പിന്നീട് കുത്തബുദ്ദീൻ ഐബക്ക് മരിക്കുന്നത് 1210 വൈൽ പ്ലേയിങ് ചൗഗാൻ, ദാറ്റ് ഈസ് ഹോഴ്സ് പോളോ. ദെൻ ടോംബ് എവിടെയാണ്? ലൊക്കേറ്റഡ് ഇൻ ലാഹോർ. ഇനി ആരംബക്ഷ് റൂളിംഗ് പീരീഡ് 1210 ആണ്. ഇദ്ദേഹം ആരംബക്ഷ് എന്ന് പറയുന്നത് കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ സൺ ആയിരുന്നു. ആൻഡ് ആരംബക്ഷ് became സുൽത്താൻ ആഫ്റ്റർ ഐബക് death. Ruled only about 8 months. Defeated and replaced by Iltutmish in 1211. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ലേവ് ഡൈനാസ്റ്റിയിൽ വന്ന നെക്സ്റ്റ് റൂളറായ ഇൽതുത്മിഷിനെ പറ്റിയിട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ റൂളിംഗ് പീരീഡ് 1211 to 1236 വരെയാണ്. കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ അടിമ, അതായത് സ്ലേവ് ആയിരുന്നു ഈ ഇൽതുത്മിഷ്. പിന്നീട് കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ ഡോട്ടറിനെ ഇൽതുത്മിഷ് വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇൽതുത്മിഷിനെ സ്ലേവ് ഓഫ് എ സ്ലേവ് എന്ന് വിളിക്കുന്നു. ആൻഡ് അതുകൂടാതെ തന്നെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ റിയൽ ഫൗണ്ടർ, അതായത് യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതും ഈ ഇൽതുത്മിഷാണ്. ഇനി ഫൗണ്ടർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കുത്തബുദ്ദീൻ ഐബക്കും. എന്നാൽ റിയൽ ഫൗണ്ടർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് ചോദിച്ചാൽ അതാരാണ്? അത് ഇൽതുത്മിഷുമാണ്.
ബിക്കോസ് ഇൽതുത്മിഷിനെ റിയൽ ഫൗണ്ടർ എന്ന് പറയാൻ കാരണം ഇൽതുത്മിഷാണ് ഡൽഹിയെ തലസ്ഥാനമാക്കിയതും അവിടെ കൃത്യമായൊരു ഭരണ സംവിധാനം കൊണ്ടുവന്നതും. അതുകൊണ്ടാണ് നമ്മൾ ഇൽതുത്മിഷിനെ റിയൽ ഫൗണ്ടർ ഓഫ് ഡൽഹി സുൽത്താനറ്റ് എന്ന് പറയുന്നത്. പിന്നീട് ബാഗ്ദാദിലെ ഖലീഫയിൽ നിന്നും സുൽത്താൻ എന്ന പദവി ഔദ്യോഗികമായ ആദ്യ ഭരണാധികാരിയും ഈ ഇൽതുത്മിഷാണ്. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇൽതുത്മിഷ് ഇദ്ദേഹത്തിൻ്റെ റൂളിംഗ് പീരീഡ് 1211 to 1236 വരെയാണ്. ആൻഡ് ഇൽതുത്മിഷ് വാസ് സോൾഡ് as a slave by his half brothers to Aybak. Then Qutbuddin Aybak married his daughter to Iltutmish. Therefore, Iltutmish is called as എന്താണ് slave of a slave. Then he is appointed as Iqtidar of Gwalior. Then ഇൽതുത്മിഷിൻ്റെ അച്ചീവ്മെൻറ്റ്സ് നോക്കിയാൽ Iltutmish defeated Arambaksh and became Sultan in 1211. Iltutmish is known as the real founder of Delhi Sultanate. He made Delhi as the capital, started proper administrative and political system. Iltutmish belonged to Ilbari tribe. He established Shamsi dynasty. And Iltutmish is the first Sultan to receive the title of Sultan from the Caliph of Baghdad. പിന്നീട് ഈ ഇൽതുത്മിഷിൻ്റെ കാലത്തെ വലിയൊരു വെല്ലുവിളിയായി വന്ന ആളുകളായിരുന്നു മംഗോൾ ഭരണാധികാരി ചെങ്കിസ് ഖാനും അദ്ദേഹത്തിൻ്റെ അറ്റാക്കും. ഈ ചെങ്കിസ് ഖാൻ തോൽപ്പിച്ച ഖ്വാറിസാമിലെ ജലാലുദ്ദീൻ മംഗബർണി ഇൽതുത്മിഷിനോട് അഭയം ചോദിച്ചു വന്നിരുന്നു. എന്നാൽ ബുദ്ധിമാനായ ഇൽതുത്മിഷ് അഭയം നൽകിയില്ല. അതുകൊണ്ട് തന്നെ ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിക്കാതെ തിരികെ പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഇൽതുത്മിഷിൻ്റെ ഈ നയം, ഈ പോളിസി ഇന്ത്യയെ വലിയൊരു മംഗോൾ വിപത്തിൽ നിന്ന് തന്നെ രക്ഷിച്ചു. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മംഗോൾ ത്രെറ്റ്. മംഗോൾ ത്രെറ്റിൽ ചെങ്കിസ് ഖാൻ ഇൻവേഡഡ് സെൻട്രൽ ഏഷ്യ and defeated Jalaluddin Mangabarni of Khwarizm. Then after Mangabarni sought shelter from Iltutmish, but Iltutmish refused asylum to avoid Mongol invasion. Thereafter Genghis Khan returned without entering India. Ultimately എന്താണ് ഇൽതുത്മിഷിൻ്റെ ഈ പോളിസി സേവ്ഡ് ഇന്ത്യ ഫ്രം മംഗോൾ ഡിസ്ട്രക്ഷൻ. ഇനി ഇൽതുത്മിഷിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, മംഗോളിയൻ ഭീഷണി നേരിടാൻ വേണ്ടിയിട്ട് ഇൽതുത്മിഷ് 40 ശക്തരായ തുർക്കി നോബിൾസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇതിനെയാണ് തുർക്കി ചെഹൽഖാൻ അഥവാ ചലീസ എന്ന് വിളിക്കുന്നത്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് ഇക്ത സിസ്റ്റമാണ്. ഇത് എക്സാംസിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഇക്ത സിസ്റ്റം. ഇക്ത എന്നാൽ ശമ്പളത്തിന് പകരം ഉദ്യോഗസ്ഥർക്ക് ഭൂമി നൽകുന്ന രീതിയാണ്. ഇതിൻ്റെ ഹെഡ്, അതായത് തലവനെ നമ്മൾ ഷിക്കി ഷിക്താരൻ എന്നാണ് വിളിക്കുന്നത്. അതേപോലെ ഈ ഇൽതുത്മിഷിൻ്റെ അണ്ടറിൽ ഈ എംപയർ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, രാജാവിന് വേണ്ടിയിട്ടുള്ള കലീസ ഭൂമി, ദെൻ ഉദ്യോഗസ്ഥരുടെ ഇക്ത ഭൂമി, അതേപോലെ മതനേതാക്കൾക്ക് നൽകുന്ന ഇനാ ഭൂമി. പിന്നീട് അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ. തുർക്കാനി ചെഹൽഖാൻ, ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 40 പവർഫുൾ തുർക്കിഷ് നോബിൾസ് ഫോംഡ് ടു ടാക്കിൾ മംഗോൾ ത്രെറ്റ്സ്. ദെൻ ഇക്ത സിസ്റ്റം. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൽതുത്മിഷാണ്. ഇക്തയുടെ മീനിങ് റവന്യൂ അസൈൻമെൻറ്റ് എന്നാണ്. ഇതിൻ്റെ ഹെഡിനെ പറയുന്നത് ഷിക്കി ഷിക്ദാരൻ എന്നാണ്. ആൻഡ് ഇക്ത സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ലാൻഡ് അസൈൻമെൻറ്റ് മെക്കാനിസം ഇൻ ദ ഡൽഹി സുൽത്താനേറ്റ്. ദ സുൽത്താൻ ഗ്രാൻഡ് ട്രാക്ട് ഓഫ് ലാൻഡ് കോൾഡ് ഇക്ത ടു നോബിൾസ്, ഓഫീസേഴ്സ് ആൻഡ് സോൾജിയേഴ്സ് ഇൻ ലൂ ഓഫ് എ റെഗുലർ ക്യാഷ് സാലറി. ദെൻ അവിടുത്തെ ഇൽതുത്മിഷിൻ്റെ അണ്ടറിൽ ആ എംപയർ 3 ലാൻഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കലീസ ലാൻഡ്, അത് ഡയറക്റ്റ്ലി റൂൾ ചെയ്യുന്നത് അവിടുത്തെ കിങ് ആയിരിക്കും. ദെൻ ഇക്ത ലാൻഡ്, അത് നോക്ക് നടത്തുന്നത് ഇക്തദാർ, അത് ഈ ഗവൺമെൻറ് ഓഫീസേഴ്സിന് വേണ്ടിയായിരിക്കും. ദെൻ ഇനാം, ആ ലാൻഡ് എന്താണ് ലാൻഡ് ടു റിലീജിയസ് ലീഡേഴ്സ്. ഇനി നമുക്ക് ഇൽതുത്മിഷിൻ്റെ മിലിറ്ററി കോൺക്വസ്റ്റ് അഥവാ സൈനിക മുന്നേറ്റങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നെന്ന് നോക്കാം. ഇൽതുത്മിഷ് സുൽത്താനായ സമയത്ത് ഒരുപാട് രാജ്പുത്ത് ലഹളകൾ നടന്നിരുന്നു. ഇദ്ദേഹം ഇതെല്ലാം അടിച്ചമർത്തി. അതിനുശേഷം നഷ്ടപ്പെട്ടു പോയ രത്തംപൂർ, ജാലോർ, അജ്മീർ, ഗ്വാളിയോർ എന്നീ പ്രദേശങ്ങൾ തിരിച്ചുപിടിച്ചു. എന്നാൽ മാൾവയിലെ പരമാര രാജവംശത്തിനെതിരെയുള്ള ഇൽതുത്മിഷിൻ്റെ സൈനിക നീക്കം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എക്സാംസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം. 1215
ടു 1216 AD കാലഘട്ടത്തിൽ നടന്ന തേർഡ് ബാറ്റിൽ ഓഫ് ടെറൈൻ. ഈ തേർഡ് ബാറ്റിൽ ഓഫ് ടെറൈനിൽ ഇൽതുത്മിഷ് അദ്ദേഹത്തിൻ്റെ പ്രധാന ശത്രുക്കളായ തജുദ്ദീൻ യാൽദൂസിനെയും കുബാച്ചയെയും പരാജയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കൂടാതെ മംഗൾദേവിനെ തോൽപ്പിച്ച് ഗ്വാളിയോർ പൂർണ്ണമായി കൈക്കലാക്കുകയും ഉജ്ജയിനിലെ പ്രശസ്തമായ മഹാകാൽ ക്ഷേത്രം തകർക്കുകയും ചെയ്തു ഇൽതുത്മിഷ്. പിന്നീട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ 1229 ഇൽതുത്മിഷിന് ബാഗ്ദാദിലെ അബ്ബാസിദ് ഖലീഫയിൽ നിന്നും മൻസൂർ അഥവാ ഒരു ഒഫീഷ്യൽ അംഗീകാര കത്ത് ലഭിക്കുകയുണ്ടായി. ഇതോടെയാണ് ഇൽതുത്മിഷ് ഇന്ത്യയുടെ നിയമപരമായ ഒരു സോവേറിയൻ റൂളർ, അതായത് ലീഗൽ സോവേറിയൻ റൂളറായിട്ട് മാറുന്നത്. അത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. About military conquest, he suppressed Rajput revolts, he recovered Ranthambore, Jalore, Ajmer and Gwalior. But the expeditions against the Paramaras of Malwa failed. Then he defeated Tajuddin, Yalduz and Kubacha in the Third Battle of Tarain, which was occurred in 1215 to 1216 AD. Then he defeated Mangaldev and acquired Gwalior, also destroyed Mahagal temple of Ujjain. Then Iltutmish received Mansur, that is a letter of recognition, from Abbasid Caliph in 1229. Later, he became the legal sovereign ruler of India. സോ അത്രയുമാണ് മിലിറ്ററി കോൺഗ്രസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ഏറ്റവും കൂടുതൽ തവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളൊരു ഭാഗമാണ്, അതായത് കോയിൻസ് അഥവാ നാണയങ്ങൾ. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദിസ് സിംപ്ലി. ഡൽഹി സുൽത്താനേറ്റിൽ ആദ്യമായി ഒരു കൃത്യമായ കറൻസി സമ്പ്രദായം, അതായത് റെഗുലർ കറൻസി കൊണ്ടുവരുന്നത് ഇൽതുത്മിഷ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി ശുദ്ധമായ അറബിക് നാണയങ്ങളും പ്യൂർ അറബിക് കോയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഇൽതുത്മിഷ് ആണ്. ആൻഡ് അതോടൊപ്പം തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇൽതുത്മിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ചില കോയിൻസിൽ ലോർഡ് ശിവ, അദ്ദേഹത്തിൻ്റെ ശിവൻ്റെ വാഹനമായിട്ടുള്ള ലോർഡ് നന്ദി, അതേപോലെ ചൗഹാന്മാരുടെ കുതിര എന്നിവയുടെ ചിത്രങ്ങളും രേഖപ്പെടുത്തിയിരുന്നു. പിന്നീട് ഇൽതുത്മിഷിൻ്റെ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള നാണയങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഇൽതുത്മിഷ് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള നാണയങ്ങളാണ് പുറത്തിറക്കിയത്. അത് ആദ്യത്തേത് ടാങ്ക. ഇത് ഒരു സിൽവർ കോയിനാണ്, വെള്ളി നാണയമാണ്. ഇതിൻ്റെ തൂക്കം 175 ഗ്രെയിൻസ് ആണ്, അതായത് ഏകദേശം 11.3 ഗ്രാംസ് ആണ് ഇതിൻ്റെ വെയിറ്റ്. ഇത് യൂസ് ചെയ്യുന്നത് വലിയ തുകകളുടെ ഇടപാടുകൾ നടത്താൻ ഡൽഹി സുൽത്താനറ്റ് ഉപയോഗിച്ചിരുന്ന പ്രധാന കറൻസി ആയിരുന്നു ഇത്. പിൽക്കാലത്ത് ഷേർഷാ സൂരി, അതായത് ഷേർഷാ സൂരി റുപ്പയ കൊണ്ടുവരുന്നത് വരെ ഈ ടാങ്കയായിരുന്നു ഇന്ത്യയിലെ പ്രധാന വെള്ളി നാണയം. ദെൻ രണ്ടാമതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കോയിനാണ് ജീത്തൽ. ഇത് ഒരു കോപ്പർ കോയിനാണ്, അതായത് ഒരു ചെമ്പ് നാണയമാണ്. ഇത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഇറ്റ്സ് കോമൺ പീപ്പിൾ, അതായത് സാധാരണക്കാരായ ആളുകൾക്ക് ദിവസേനയുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കും സാധനങ്ങൾ വാങ്ങാനും വേണ്ടിയാണ് ഇത് മെയിൻലി ഉപയോഗിച്ചിരുന്നത്. ഇത് ചെമ്പ് കൊണ്ടോ അല്ലെങ്കിൽ വെള്ളിയും ചെമ്പും ചേർന്ന ഒരു അലോയ് കൊണ്ടോ ആണ് ഇതുണ്ടാക്കിയിരുന്നത്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ്, ഇതിൻ്റെ ജീത്തലും ടാങ്കയുടെയും വാല്യൂസ് തമ്മിലുള്ള റിലേഷൻ എന്താണ്? 48 ജീത്തൽ ഈക്വൽ ടു 1 ടാങ്ക. അതായത് 48 ചെമ്പ് നാണയം കൊടുത്താൽ ഒരു വെള്ളി നാണയം കിട്ടുമെന്ന് ചുരുക്കം. അതായത് 48 ജീത്തൽ ഈക്വൽ 1 ടാങ്ക. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൽതുത്മിഷ് പണി കഴിപ്പിച്ചിട്ടുള്ള ബിൽഡിങ്സ് അഥവാ കെട്ടിടങ്ങളെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കുത്തബ്ബുദ്ദീൻ ഐബക്ക് പണി തുടങ്ങിയ കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് ഇൽതുത്മിഷാണ്. കുത്തബ് മിനാർ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കുത്തബ്ബുദ്ദീൻ ഐബക്ക് ആണെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇൽതുത്മിഷാണ്. കൂടാതെ ഡൽഹിയിലെ മെഹ്റോളിയിൽ ഹൗസി ഷംസി എന്ന വലിയൊരു ജലാശയം ഇൽതുത്മിഷ് നിർമ്മിക്കുന്നുണ്ട്. ദെൻ എക്സാംസിന് ചോദിക്കുന്ന ഒരു പ്രധാന പദവിയാണ് ഫാദർ ഓഫ് ടോം ബിൽഡിംഗ്. ആരാണ്? ശവകുടീര നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ഇൽതുത്മിഷ് ആണ്. ഇൽതുത്മിഷ് ആണ് ഫാദർ ഓഫ് ടോം ബിൽഡിംഗ്. ദെൻ ഇൽതുത്മിഷ് അദ്ദേഹത്തിൻ്റെ എൽഡസ്റ്റ് സൺ, മൂത്ത മകൻ്റെ മരണശേഷം ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക ശവകുടീരമായ സുൽത്താൻ ഗാരി പണിതുയർത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഫാമിലി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മകനായ രുക്നുദ്ദീൻ ഫിറോസ്, അതേപോലെ ഇദ്ദേഹത്തിൻ്റെ മകളാണ് റസിയ സുൽത്താൻ. ദെൻ ഇനി അവസാനമായിട്ട് ഇതിൽ ഇൽതുത്മിഷിൻ്റെ കൊട്ടാരത്തിലെ സ്കോളേഴ്സ് അഥവാ പണ്ഡിതന്മാർ ആരൊക്കെയാണെന്ന് കൂടി നോക്കാം.
പ്രശസ്ത ചരിത്രകാരനായ മിനാജ് സിറാജ് ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ഒരു സ്കോളറാണ്. മിനാജ് സിറാജ് എഴുതിയ ബുക്കാണ് തബാഖത്തി നസീരി. ഈ പുസ്തകം പരീക്ഷകൾക്ക് വരാറുള്ളതാണ്. സോ റിമെമ്പർ ദിസ് പോയിന്റ്. പിന്നീട് കൂടാതെ ഇൽതുത്മിഷിൻ്റെ വസീർ അഥവാ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന തജുദ്ദീൻ എന്ന് പറയുന്നത് ഒരു നോൺ തുർക്കിഷ് പേഴ്സണാണ്, ഒരു തുർക്കി വംശജനല്ലാത്ത ആളും കൂടിയായിരുന്നു. പിന്നീട് നിസാമുൽ മുൽക്ക് മുഹമ്മദ് ജുനൈദി, മാലിക് കുത്തബുദ്ദീൻ ഹസൻ, ഫക്രുൽ മുൽക്ക് ഇസാമി എന്നിവരും ഇൽതുത്മിഷിൻ്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന സ്കോളേഴ്സാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് എബൌട്ട് കോയിൻസ്. He became the first one to issue regular currency and to introduce pure Arabic coins in India. He also issued some coins with images of Shiva, Nandi and Chauhan coins. Mainly ഇൽതുത്മിഷ് ഇഷ്യൂ ചെയ്ത കോയിൻസ് ആണ് ഏതൊക്കെ? ടാങ്കയും ജീത്തലും. ഇതെന്താണ്? ടാങ്ക ഒരു സിൽവർ കോയിനാണ്. ഇതിൻ്റെ വെയിറ്റ് 175 ഗ്രെയിൻസ് ആണ്, അപ്രോക്സിമേറ്റ്ലി 11.3 ഗ്രാംസ് ആണ്. Then Tanga served as the primary higher value currency for the Delhi Sultanate, later replaced by Shershah Suri's Rupiah. Then next coin ആണ് ജീത്തൽ. ഇതൊരു കോപ്പർ കോയിൻ ആണ്, generally made of copper or billion. Billion means it's an alloy of silver and copper. And ജീത്തൽ mainly use ചെയ്തത് for everyday transactions among the common people. And the interesting thing എന്താണ്? 1 tanga equal 48 ജീത്തൽസ്. പിന്നീട് നമ്മൾ നോക്കുന്നത് ബിൽഡിങ്സിനെ പറ്റിയിട്ടാണ്. ബിൽഡിങ്സ് പറ്റിയിട്ട് നോക്കുകയാണെങ്കിൽ ഇൽതുത്മിഷ് കംപ്ലീറ്റഡ് കുത്തബ് മിനാർ വിച്ച് വാസ് സ്റ്റാർട്ടഡ് ബൈ ആരാണ്? കുത്തബുദ്ദീൻ ഐബക്ക്. ദെൻ ഇൽതുത്മിഷ് ബിൽഡ് ഹൗസി ഷംസി ദാറ്റ് ഈസ് ഇൻ മെഹ്റോലി. ഇൽതുത്മിഷ് വാസ് കോൾഡ് ആസ് എന്നാണ് ഫാദർ ഓഫ് ടോം ബിൽഡിംഗ്. ദെൻ ഇൽതുത്മിഷ് ബിൽഡ് സുൽത്താൻകാരി. ദിസ് ഈസ് ദ ഫസ്റ്റ് ഇസ്ലാമിക് മുസോളിയം. ആൻഡ് ഇത് ബിൽഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് എൽഡർ സൺ ഓഫ് ഇൽതുത്മിഷ്. ദെൻ ഫാമിലി നോക്കുകയാണെങ്കിൽ സൺ റുക്നുദ്ദീൻ ഫിറോസ്, ഡോട്ടർ റസിയ സുൽത്താൻ. ദെൻ സ്കോളേഴ്സ് ആണെങ്കിൽ ഇൽതുത്മിഷ് പാട്രണൈസ്ഡ് മിനാജ് സിറാജ്. ഈ മിനാജ് സിറാജിൻ്റെ ബുക്കാണ് തബാഖത്തി നസീരി. ദെൻ തജുദ്ദീൻ. ഹി ഈസ് ദ നോൺ തുർക്കിക് ഓഫീസർ ഹു സെർവ്ഡ് as the വസീർ ഓർ പ്രൈം മിനിസ്റ്റർ ടു ഇൽതുത്മിഷ്. ദെൻ നിസാം അൽ മുൽക്ക് മുഹമ്മദ് ജുനൈദി, മാലിക് കുത്തബുദ്ദീൻ ഹസൻ, ഫക്രുൽ മുൽക്ക് ഇസാമി ഇവരും എന്താണ്? ഇൽതുത്മിഷിൻ്റെ കോർട്ടിലുള്ള മറ്റ് സ്കോളേഴ്സ് ആയിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് സ്ലേവ് ഡൈനാസ്റ്റിയിൽ വന്ന നെക്സ്റ്റ് റൂളറായ റസിയ സുൽത്താനെ പറ്റിയിട്ടാണ്. ഇൽതുത്മിഷിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകളായ റസിയ സുൽത്താനാണ് അധികാരത്തിൽ വരുന്നത്. റൂളിംഗ് പീരീഡ് 1236 മുതൽ 1240 വരെയാണ്. ഡൽഹിയിലെ ജനങ്ങളും പ്രഭുക്കന്മാരും ചേർന്ന് തിരഞ്ഞെടുത്ത ഡൽഹിയിലെ ആദ്യത്തെയും അവസാനത്തെയും വനിതാ സുൽത്താന് ഈ റസിയ സുൽത്താനാണ്. ആൻഡ് റസിയ പർദ സമ്പ്രദായം ഉപേക്ഷിക്കുകയും പുരുഷന്മാരെ പോലെ കൂബ ആൻഡ് കുല എന്നിവ ധരിച്ച് മുഖം മറയ്ക്കാതെയുമാണ് ദർബാറിൽ എത്തിയിരുന്നത്. കൂടാതെ റസിയ സുൽത്താൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്ത നാണയങ്ങളിൽ ഉംദത്തുൽ നിസാൻ എന്ന പദവി രേഖപ്പെടുത്തിയിരുന്നു. യാക്കൂദ് എന്ന അബിസിനിയൻ അടിമയെ കുതിരപ്പടയുടെ തലവനാക്കുകയും ചെയ്തു. തുടർന്ന് ബാത്തിൻ്റെയിലെ ഗവർണർ അൾട്ടൂനിയ കലാപം ഉണ്ടാക്കുകയും ഈ അബിസിനിയൻ അടിമയായിട്ടുള്ള യാക്കൂദിനെ കൊന്നിട്ട് റസിയ സുൽത്താനെ തടവിലാക്കുകയും ചെയ്തു. പിന്നീട് റസിയ ഈ ആൾട്ടൂനിയെ വിവാഹം കഴിച്ച് തിരിച്ച് ഡൽഹിയിലേക്ക് വന്നെങ്കിലും പിന്നീട് ആ വരവിൻ്റെ ഭാഗമായിട്ട് എന്താണ് 1214 കൈത്താളിൽ വെച്ചിട്ട് ഇരുവരും ആൾട്ടൂനിയും റസിയ സുൽത്താനും കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. സോ അത്രയുമാണ് നമ്മളിവിടെ നോക്കുന്നത്. റസിയ സുൽത്താൻ റൂളിംഗ് പീരീഡ് 1236 to 1240 വരെയാണ്. ഫുൾ നെയിം ജലാലുദ്ദീൻ റസിയാണ്. ഇൽതുത്മിഷ് nominated his daughter Rasiya as successor, and Qasi and Wazir placed Ruknuddin Firoz on the throne. During revolt in Multan, Rasiya captured Delhi with the support of Delhi nobles. Then Rasiya Sultan becomes the first and only woman Sultan of Delhi. First time, people of Delhi selected the Sultan and they elected Rasiya. Rasiya Sultan wore kuba and kula. She discarded the female apparel and held the court with unveiled face. അതായത് she did not accept the parda system and went hunting and led armies like men. പിന്നീട് കോയിൻസ് നോക്കുകയാണെങ്കിൽ ഷീ ഇഷ്യൂഡ് കോയിൻസ് വിത്ത് ദ ടൈറ്റിൽ ഉംദത്തുൽ നിസ്വാൻ.
Then she appointed Abyssinian slave Jalaluddin Yaqut as Amir Yaqut, that is head of Royal Horse Department. Then അതിനുശേഷം governor of Bathinda, Altunia, revolted in 1240. Thereafter, Rizia went to suppress revolt. Then Altunia killed the Yaqut and imprisoned Rizia. After that, Turkish nobles placed Behram Shah on the throne. Rizia later married Altunia and marched towards Delhi. The very next day, in 1240, Rizia and Altunia were captured, robbed and killed by local forces near Kaital. The fall of Rizia paved the way for the ascendancy of Turkani-Chegalhani, also known as the Corps of 40 or the Chalisa. പിന്നീട് റിസിയയ്ക്ക് ശേഷം ബെഹ്റം ഷാ, മസൂദ് ഷാ എന്നിവർ വന്നെങ്കിലും ഈ ചെഹൽഖാനി നോബിൾസിൻ്റെ കയ്യിലെ പാവകൾ പോലെയായിരുന്നു ഇവർ. അതിനുശേഷം വന്ന നസറുദ്ദീൻ മുഹമ്മദ് വളരെ ലളിതമായിട്ട് ജീവിച്ച ഒരു ഐഡിയൽ സുൽത്താനായിരുന്നു. ഈ ഖുറാൻ്റെ ഹാൻഡ് റിട്ടൺ കോപ്പീസ് വിറ്റിട്ടാണ് ഈ നസറുദ്ദീൻ മുഹമ്മദ് ലൈവ്ലിഹുഡ് കണ്ടെത്തിയിരുന്നത്. ഈ നസറുദ്ദീൻ മുഹമ്മദിൻ്റെ പ്രൈം മിനിസ്റ്ററും ഫാദർ ഇൻ ലോയുമായിരുന്നു ഈ ബാൽബൻ. ഈ നസറുദ്ദീൻ ബാൽബന് നൽകിയ ടൈറ്റിലായിരുന്നു ഉലൂഗ് ഖാൻ. നസറുദ്ദീന് മക്കളില്ലായിരുന്നു. അതായത് നസറുദ്ദീൻ മരണപ്പെടുന്നത് 1266 ഇദ്ദേഹത്തിന് മക്കളില്ലായിരുന്നതുകൊണ്ട് ആ രാജ്യത്തിൻ്റെ അടുത്ത അവകാശിയാകാൻ ആരുമില്ലായിരുന്നതിനാൽ ബാൽബൻ അടുത്ത സുൽത്താനായിട്ട് അവിടെ അധികാരം ഏൽക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ബെഹ്റം ഷാ ആൻഡ് അലാവുദ്ദീൻ മസൂദ് ഷാ ഇവരുടെ റൂളിംഗ് പീരീഡ് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ബെഹ്റം ഷാ സൺ ഓഫ് ഇൽതുത്മിഷ് ആൻഡ് അലാവുദ്ദീൻ മസൂദ് ഷാ റൂൾ ചെയ്യുന്നത് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഡോമിനൻസ് ഓഫ് തുർക്കാനി ചെഹൽഖാൻ. ദെൻ വരുന്നതാണ് നസറുദ്ദീൻ മുഹമ്മദ്. റൂളിംഗ് പീരീഡ് 1246 മുതൽ 1265 വരെയാണ്. ആൻഡ് ഹീ ഈസ് ദ ലാസ്റ്റ് റൂളർ ഓഫ് ഷംസി ഡൈനസ്റ്റി ഓർ ഇൽബാരി ഡൈനസ്റ്റി. ഹീ ഈസ് കൺസിഡേർഡ് as Delhi's ideal sultan. He earned livelihood by selling handwritten copies of Quran, gave title Ulugh Khan to Balban. Balban served as regent, prime minister and father-in-law to Sultan Nasruddin Mahmud. Nasruddin Mahmud died in 1266 without children and Balban ഇനി സ്ലേവ് ഡൈനാസ്റ്റിയിൽ വന്ന അടുത്ത ശക്തനായ ഭരണാധികാരിയാണ് ബാൽബൻ. 1266 നസ്രുദ്ദീൻ മഹ്മൂദ് മരിച്ചു കഴിഞ്ഞതിനു ശേഷം രാജ്യം ഏറ്റെടുക്കാൻ അവകാശികൾ ഇല്ലാതിരുന്നതിനാലും കൂടി പിന്നീട് ഭരണത്തിൽ വരുന്നത് ഈ ബാൽബനാണ്. ബാൽബൻ്റെ റൂളിംഗ് പീരീഡ് 1266 to 1287 വരെയാണ്. ബാൽബൻ സുൽത്താനായ ഉടൻ തന്നെ തനിക്ക് ഭീഷണിയാകുമെന്ന് മനസ്സിലാക്കി ഈ 40 നോബിൾസിൻ്റെ കൂട്ടമായ തുർക്കാനി ചെഹൽഖാന പൂർണ്ണമായും നശിപ്പിക്കുകയാണ്. താൻ ദൈവത്തിൻ്റെ നെയിലാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സിൽ-ഇലാഹി എന്ന പദവിയും ബാൽബൻ സ്വീകരിക്കുന്നുണ്ട്. രാജാവിനെ കാണുമ്പോൾ നിലത്ത് വീണ് വണങ്ങുന്ന സജ്ദ, രാജാവിൻ്റെ കാൽപാദങ്ങൾ കിസ് ചെയ്യുന്ന പൈബൂസ് എന്നീ ഇറാനിയൻ ആചാരങ്ങളും ബാൽബൻ്റെ കൊട്ടാരത്തിൽ നിർബന്ധമാക്കി. അതേപോലെ ശത്രുക്കളെ അടിച്ചമർത്താൻ കൊണ്ടുവന്ന നിയമമായിരുന്നു ബ്ലഡ് ആൻഡ് അയൺ പോളിസി, അഥവാ ചോരയും ഇരുമ്പും നയം. അതായത് ശത്രുക്കളോട് യാതൊരു കരുണയും കാണിക്കാതെ ക്രൂരമായി ശിക്ഷിക്കുക. അതായിരുന്നു ഈ ബ്ലഡ് ആൻഡ് അയൺ പോളിസി കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നീട് മിലിറ്ററിക്ക് വേണ്ടിയിട്ട് ദിവാനിയേഴ്സ് എന്ന പ്രത്യേക വകുപ്പും ചാരന്മാർക്കായിട്ട്, അത് സ്പൈസിന് വേണ്ടിയിട്ട് ബാരിക്സ് എന്ന സംവിധാനവും ഉണ്ടാക്കി. അതേപോലെ പ്രശസ്ത പേർഷ്യൻ കവി അമീർ ഖുസ്രു ഈ ബാൽബൻ്റെ കൊട്ടാരത്തിലെ സ്കോളറായിരുന്നു. പിന്നീട് ബാൽബന് ശേഷം മകൻ ഗ്രാൻഡ് സണ് കൈക്യൂബാദ് അധികാരത്തിൽ വരുന്നുണ്ട്. പക്ഷേ ഈ ജലാലുദ്ദീൻ ഖിൽജി ഈ കൈക്യൂബാദിനെ കൊലപ്പെടുത്തിയിട്ട് ഖിൽജി വംശം സ്ഥാപിക്കുന്നതോടെയാണ് ഈ സ്ലേവ് ഡൈനാസ്റ്റി, അതായത് അടിമവംശത്തിൻ്റെ അവസാനം വരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ നോക്കാം. ബാൽബൻ്റെ റൂളിംഗ് പീരീഡ് 1266 to 1287 വരെയാണ്. ബാൽബൻ്റെ ഫുൾ നെയിം ഗിയാസുദ്ദീൻ ബാൽബൻ, also called as Ulugh Khan, founder of Balban dynasty. Then Balban introduced the policies against the nobles and they destroyed Turkani Chehalgan, kept only obedient nobles. Then theory of kingship, took title Sil-Ilahi, meaning shadow or deputy of God. Then introduced the court customs. എന്തൊക്കെയായിരുന്നു? സസ്ദ ആൻഡ് പൈബോസ്, ഇത് രണ്ടും ഇറാനിയൻ കസ്റ്റംസ് ആയിരുന്നു. പൈബോസ് കിസ്സിങ് സുൽത്താൻസ് ഫീറ്റ്, സസ്ദ മീൻസ് പ്രോസ്ട്രേഷൻ ബിഫോർ സുൽത്താൻ, അതായത് ദ ആക്ട് ഓഫ് നീലിംഗ് ആൻഡ് ടച്ചിങ് വൺസ് ഫോർഹെഡ് ടു ദ ഫ്ലോർ ആസ് എ മാർക്ക് ഓഫ് കംപ്ലീറ്റ് സബ്മിഷൻ. ദെൻ ബാൽബൻ
ഏർലിയർ പൊസിഷൻ എന്തായിട്ടായിരുന്നു സെർവ് ചെയ്തത്? സെർവ്ഡ് ആസ് അമീർ ഷിക്കാർ ഡ്യൂറിങ് റിസിയ സുൽത്താൻസ് പീരീഡ്. ദെൻ ബാൽബൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് ദിവാനി അർസും ദിവാനി വിസാരത്തും. ദിവാനി അർസ് മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ആണ്, ദിവാനി വിസാരത്ത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ദെൻ ഹി ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് എ സ്പൈസ് സിസ്റ്റം. ദാറ്റ് മീൻസ് ഹി ക്രിയേറ്റഡ് നെറ്റ്വർക്ക് ഓഫ് ബാരിസ്, ദാറ്റ് ഈസ് സ്പൈസ്. ദെൻ മിലിറ്ററി പോളിസീസ് ആണ് ബ്ലഡ് ആൻഡ് അയൺ പോളിസി. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രിക്റ്റ് പണിഷ്മെൻറ്റ്, അതേപോലെ റൂട്ട്ലെസ് ട്രീറ്റ്മെൻറ്റ് ഓഫ് എനിമീസ് ആൻഡ് യൂസ് ഓഫ് ഫോഴ്സ് ആൻഡ് വയലൻസ് ടു മെയിൻറ്റെയിൻ അതോറിറ്റി. Then he sent his son Prince Muhammad against Mongols, but the prince was killed in battle, so they could not completely stop Mongol invasions. Then അതേപോലെ ബാൽബൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത പേർഷ്യൻ ഫെസ്റ്റിവലാണ് നവ്രോസ്. ഈ നവ്രോസും സസ്ദ ആൻഡ് ബൈബൂസും എക്സാംസിന് ക്വസ്റ്റ്യനായിട്ട് വരുന്ന ഒരു പാർട്ടാണ്, സോ ഇത് ഓർത്ത് വെക്കണം. Then focused on law and order rather than territorial expansion. Then strengthened Delhi against the foreign attacks. കോർട്ട് സ്കോളർ നോക്കുകയാണെങ്കിൽ അമീർ ഖുസ്രോ വാസ് പ്രസൻറ്റ് ഇൻ ബാൽബൻസ് കോർട്ട്. അമീർ ഖുസ്രോ വാസ് എ പേർഷ്യൻ പോയറ്റ്. ദെൻ ലാസ്റ്റ് റൂളർ ഓഫ് സ്ലേവ് ഡൈനാസ്റ്റി ആണ് കൈക്യുബാദ്. ഇദ്ദേഹം ആരായിരുന്നു? ഇദ്ദേഹം ഗ്രാൻഡ് സൺ ഓഫ് ബാൽബൻ ആണ്. കൈക്യുബാദിൻ്റെ റൂളിംഗ് പീരീഡ് 1287 മുതൽ 1290 വരെയാണ്. ദെൻ ഈ കൈക്യുബാദോടു കൂടിയാണ് സ്ലേവ് ഡൈനാസ്റ്റി എൻഡ് ചെയ്യുന്നത്. ജലാലുദ്ദീൻ ഫിറോസ് ഖിൽജി കിൽഡ് കൈക്യുബാദ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ദ ഖിൽജി ഡൈനാസ്റ്റി. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്ലേവ് ഡൈനാസ്റ്റിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്ത എല്ലാ ഇൻഫർമേഷൻസും നമുക്കൊന്നുകൂടി ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. ഡൽഹി സുൽത്താനേറ്റിൽ മൊത്തം 5 ഡൈനാസ്റ്റീസ് ആണ് മെയിനായിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ഡൈനാസ്റ്റിയാണ് സ്ലേവ് ഡൈനാസ്റ്റി. ഈ സ്ലേവ് ഡൈനാസ്റ്റിയുടെ അണ്ടറിൽ 3 സ്മോൾ ഡൈനാസ്റ്റീസും കൂടെ വരുന്നുണ്ട്. അതാണ് കുത്തുബി ഡൈനാസ്റ്റി, ഫൗണ്ടർ ഐബക്കാണ്, കുത്തബുദ്ദീൻ ഐബക്കാണ്. ദെൻ ഫസ്റ്റ് ഇൽബാരി ഡൈനാസ്റ്റി ഫൗണ്ടഡ് ബൈ ഇൽതുത്മിഷ് ആൻഡ് സെക്കൻഡ് ഇൽബാരി ഡൈനാസ്റ്റി ഫൗണ്ടഡ് ബൈ ബാൽബൻ. പിന്നെ നമ്മൾ ഈ സ്ലേവ് ഡൈനാസ്റ്റിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന റൂളേഴ്സിനെ പറ്റിയിട്ടാണ് നോക്കിയത്. സോ ഫസ്റ്റ് വൺ കുത്തുബുദ്ദീൻ ഐബക്കാണ്. ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്, ക്യാപിറ്റൽ ലാഹോർ. ഇദ്ദേഹത്തിൻ്റെ ടൈറ്റിൽസ് ആണ് ലാഖ് ബക്ഷ് ആൻഡ് പീൽ ബക്ഷ് ഉണ്ട്, പിന്നെന്താണ് സിപ്പസലാർ. ദെൻ കുത്തുബുദ്ദീൻ ഐബക്ക് നെവർ ഇഷ്യൂഡ് കോയിൻസ്. ഹി ബിൽഡ് കുവാവത്ത് അൽ ഇസ്ലാം മോസ്ക്, ബിൽഡ് അദായി ദിൻക ചോപ്ര, സ്റ്റാർട്ടഡ് കുത്തുബ് മിനാർ. ആൻഡ് ഹി ഡൈഡ് വൈൽ പ്ലേയിങ് ചൗഗാൻ, ദാറ്റ് ഈസ് ഹോഴ്സ് പോളോ. എന്നാണ് മരിച്ചത്? ഇൻ 1210. കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ ടോംബ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലാഹോറിലാണ്. പിന്നെ വന്ന നെക്സ്റ്റ് ഗ്രേറ്റ് ലീഡറാണ് ആര്? ഇൽതുത്മിഷ്. ഇൽതുത്മിഷ് ആണ് റിയൽ ഫൗണ്ടർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇൽതുത്മിഷ് മേഡ് ഡൽഹി ആസ് ദ ക്യാപിറ്റൽ ആൻഡ് ഹി വാസ് ദ ഫസ്റ്റ് വൺ to be recognized as Sultan by the Caliph. Then he received a Mansoor, that is a letter of recognition, and he introduced Tanga and Jeetal. Tanga is a silver coin and Jeetal a copper coin. Then he introduced Ikta system, formed Turkani Chahalgani, completed Qutub Minar, built Hausi Shamsi, built Sultan Garki, and Iltutmish known as father of tomb building. പിന്നെ നമ്മൾ പഠിച്ചതിൽ ഇമ്പോർട്ടൻ്റ് റൂളർ ആരാണ്? റസിയ സുൽത്താൻ ആണ്. ഷീ ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഓൺലി വുമൺ സുൽത്താൻ. ഷീ റിജക്റ്റഡ് പർദ. ദെൻ അപ്പോയിൻറ്റഡ് ജലാലുദ്ദീൻ യാക്കൂത്ത്. ഇദ്ദേഹം ആരായിരുന്നു? യാക്കൂത്ത് ഒരു അബിസിനിയൻ സ്ലേവ് ആണ്. ഹെഡ് ഓഫ് ഹോഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്തത്. ദെൻ റസിയ സുൽത്താൻ മാരിഡ് ആൾട്ടൂണിയ ആൻഡ് ബോത്ത് ഡൈഡ് അറ്റ് കൈത്തൽ വൈൽ റിട്ടേണിംഗ് ടു ഡൽഹി. ദെൻ വന്ന അടുത്ത നെക്സ്റ്റ് ലീഡറാണ് നസറുദ്ദീൻ മഹമ്മൂദ്. നസറുദ്ദീൻ മഹമ്മൂദ് എന്താണ്? ഹി ഈസ് നോൺ എസ് ഐഡിയൽ സുൽത്താൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബാൽബൻ സെർവ്ഡ് ആസ് നായിബ് അണ്ടർ നസറുദ്ദീൻ മഹമ്മൂദ്. ദെൻ നസറുദ്ദീൻ മഹമ്മൂദ് കോപ്പിഡ് ഖുറാൻ ഫോർ ലൈവ്ലിഹുഡ്. ദെൻ വന്ന ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് റൂളറാണ് ആര്? ഗിയാസുദ്ദീൻ ബാൽബൻ. ഇദ്ദേഹം അഡോപ്റ്റ് ചെയ്ത ടൈറ്റിലാണ് സില്ലിലാഹി. അതേപോലെ എന്താണ്? ഡിസ്ട്രോയ്ഡ് 40 നോബിൾസ്, കൂടാതെ സസ്ദ ആൻഡ് പൈബൂസ്, അതുപോലെ ബ്ലഡ് ആൻഡ് അയൺ പോളിസി ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ബാൽബൻ ആണ്. ഹി ഓൾസോ സെലിബ്രേറ്റഡ് നവ്രോസ് ഫെസ്റ്റിവൽ. ഇത് നവ്രോസ് ഫെസ്റ്റിവൽ ഒരു പേർഷ്യൻ ഫെസ്റ്റിവൽ ആണ്. ദെൻ ഹി ഓൾസോ സ്ട്രെങ്തൻഡ് സ്പൈസ് സിസ്റ്റം. ദെൻ സ്ലേവ് ഡൈനാസ്റ്റിയിൽ വരുന്ന ലാസ്റ്റ് റൂളറാണ് കൈക്യുബാദ്. ഈ കൈക്യുബാദിന് ശേഷം പിന്നെ ഈ കൈക്യുബാദിനെ ഡിഫീറ്റ് ചെയ്തിട്ട് ജലാലുദ്ദീൻ ഫിറോസ് ഖിൽജി സ്റ്റാർട്ട് ചെയ്ത ഡൈനാസ്റ്റിയാണ് ഖിൽജി ഡൈനാസ്റ്റി. സോ നമ്മൾ ഈ സ്ലേവ് ഡൈനാസ്റ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളേഴ്സിനാണ് നമ്മൾ റിവിഷൻ ചെയ്തപ്പോൾ നോക്കിയത്. അതിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ
റൂളേഴ്സിനും നമുക്ക് ഓരോ പോയിന്റ് വെച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? ഐബക്കാണ് എന്ത്? കുത്തുബുദ്ദീൻ ഐബക്കാണ് എന്ത്? ഡൽഹി സുൽത്താനറ്റിൻ്റെ ഫൗണ്ടർ. ദെൻ ഈ ഡൽഹി സുൽത്താനറ്റിനെ, അതായത് അതിനെ ആ ഒരു രാജ്യത്തിനെ കൺസോൾട്ടേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാരാണ്? അത് ഇൽതുത്മിഷാണ്. ഇനി ട്രഡീഷൻസിനെയൊക്കെ ചലഞ്ച് ചെയ്തത് ആരാണ്? ഏത് റൂളറാണ് ഈ സ്ലേവ് ഡൈനാസ്റ്റിയിലെ? അത് റസിയ സുൽത്താനാണ്. ഇനി ഈ സ്ട്രെങ്തൻ മൊണാർക്കി, ആ ഒരു രാജ്യത്തെ ആ ഭരണം സ്ട്രെങ്തൻ ചെയ്ത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സ്ലേവ് ഡൈനാസ്റ്റിയിൽ ആരാണ്? അത് ബാൽബനാണ്. സോ ഇത്രയുമാണ് ഈ സ്ലേവ് ഡൈനാസ്റ്റിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഓൾമോസ്റ്റ് എല്ലാ പോയിൻറ്റ്സും കവർ ചെയ്തിട്ടുണ്ട്. സോ മാക്സിമം ഇത് നന്നായിട്ട് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നല്ലതുപോലെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്ലാസ്സസിൽ ഡൽഹി സുൽത്താനറ്റിൽ വരുന്ന ബാക്കി ഡൈനാസ്റ്റീസിനെ പറ്റിയിട്ട് നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും നന്നായി പഠിക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.